കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറുന്നത് മനോഹരമാണ്. എന്നാൽ അതേ അപരിചിതരായ ആൾ തന്നെ വീണ്ടും അപരിചിതരെ പോലെ പെരുമാറുമ്പോഴാണ് നമുക്ക് സങ്കടമാവുന്നത്. നമ്മുടെ മനസ്സിലെ പ്രതിഷ്ഠയാണ് ചിലരെങ്കിൽ അവർക്ക് നമ്മൾ വഴിയമ്പലം പോലെയും. അവസരവാദികളായ ആളുകളുടെ സ്നേഹത്തിൽ ഒരു നന്മയും ഉണ്ടാവില്ല. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അവരും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് സുന്ദരമാണെങ്കിൽ നാം കാണുന്നതിനെല്ലാം സൗന്ദര്യം കണ്ടെത്തും. അകലമാണ് അടുപ്പത്തിന്റെ ആഴം മനസ്സിലാക്കി തരുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന ആളുകളെ അവരറിയാതെയൊന്ന് വീക്ഷിക്കണം. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നിമിഷങ്ങളിൽ ഉള്ളുപിടഞ്ഞ് അവർ തേങ്ങിക്കരയുന്നത് കാണാം. പിരിയാനൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട്. വിജയത്തിന് രഹസ്യങ്ങളൊന്നുമില്ല. അത് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും കഠിനാധ്വാനം കൊണ്ട് നേടുകയും വേണം. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. മണ്ണിനടിയിൽ സ്ഥാനം പിടിക്കാൻ മണ്ണിന് മുകളിൽ നടത്തുന്ന പോരാട്ടമാണ് ജീവിതം. ഒരു സ്ത്രീ നിങ്ങളെ ആഗ്രഹിക്കാനുള്ള എളുപ്പവഴി നിങ്ങൾ സത്യസന്ധരായിരിക്കുക മാത്രമാണ്. ഒരു പുരുഷന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ പുരുഷന്റെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ് എന്ന തോന്നലും ഒരു സ്ത്രീ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നു. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷേ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. ഓരോ അവഗണനകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. നാം ഓരോരുത്തരുടെയും ജീവിതം രാജകീയമാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളല്ല, മറിച്ച് എന്തിലും തളരാത്ത നമ്മുടെ മനസ്സാണ്. കുറച്ചൊക്കെ അഹങ്കാരം നല്ലതാണ്, ആരെക്കാളും വലുതാണെന്ന് കാണിക്കാനല്ല, ആരും തലയിൽ കയറി നിരങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്തും മനസ്സറിഞ്ഞു തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണന ആയാലും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയല്ല, മറിച്ച് ചില ആളുകളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നതിനു വേണ്ടിയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ അവസാനവും. സ്വന്തം കാര്യങ്ങൾ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. നശിച്ചു ജീവിക്കുന്നത് കാണുമ്പോഴല്ല, നന്നായി ജീവിക്കുന്നത് കാണുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത്. പിന്നെയാകാം എന്ന പിന്തിരിപ്പൻ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിന്നിലാക്കുന്നത്. കൂടെ നിന്ന് പിന്നിൽ കുത്തുന്നവരുണ്ട്, എന്നാലും ഞാൻ പുഞ്ചിരിക്കും. കാരണം എന്റെ കൂടെ നടന്നവരെ ഞാൻ ചതിക്കില്ല എന്ന ഉറപ്പാണ്. ദാനം നൽകാൻ ആഗ്രഹിക്കുന്ന കൈകൾ പലപ്പോഴും ശൂന്യമായിരിക്കും. നിറഞ്ഞ കൈകൾക്ക് അതിനുള്ള മനസ്സും ഉണ്ടാകില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നു എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്.